ഡോക്ടർ, ഇത് സിറ്റിയിലൊരു വീട്ടിൽ നിന്നാണ്. ഡോക്ടറുടെ മകൻ സത്യശീലൻ കുറച്ചു ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. സത്യശീലനോ? അങ്ങനെ ഒരു മകൻ എനിക്കില്ലല്ലോ. നോൺസെൻസ്. എന്താ, എന്ത് പറ്റി? സത്യശീലൻ എന്നൊരു മകൻ അയാൾക്കില്ലെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞത് അയാൾ അഡ്രസ് ഒന്നും ഇല്ലാത്ത പാർട്ടിയാണെന്ന്. ഇനി വേറെ ഏതെങ്കിലും VN പോറ്റി ഉണ്ടോ നോക്കിയേ. ടെലിഫോൺ ഡയറക്ടറിൽ ആകെ ഒരു VN പോറ്റി ഉള്ളു, അത് ഈ ഡോക്ടറാ. എന്നാ അയാൾ തന്നെ ആയിരിക്കും. ഭാഗ്യം എന്തിനാ ഏട്ട മകനാന്നൊക്കെ ചൊല്ലാൻ പോയത്. ഇനിയിപ്പോ അനന്തരവനോ മറ്റോ ആയിരിക്കും. ഈ ശനിനെ എങ്ങനെങ്കിലും ഏട്ട തല കെട്ടിവെക്കാൻ നോക്കാം. ഡോക്ടർ VN പോറ്റി. സോറി ഡോക്ടർ, ഞാൻ നേരത്തെ വിളിച്ച ആള് തന്നെയാ. ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയായിരുന്നു. പറയൂ. സത്യശീലൻ എന്നൊരാളെ ഡോക്ടർക്ക് പരിചയെങ്കിലും ഉണ്ടോ? അയാൾക്ക് ഡോക്ടർ അറിയാന്ന് പറയുന്നു, അതുകൊണ്ടാ. ഓഹോ, 1 minute. ഹലോ, 3 സത്യശീലന്മാർ എന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 2 പേർ ക്ലെപ്റ്റോമേനിയാക് പേഷ്യൻസ് ആയിരുന്നു. ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് അവരിപ്പോ ജീവിച്ചിരിപ്പില്ല. ഓ, താങ്ക് യു. 3ാമത് സത്യശീലൻ അയാളിപ്പോ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഹീസ് എ സെക്സ് മാനിയാക്. വാട്ട്? എന്താ സെക്സ് മാനിയാക് ആണെന്ന്? അയ്യോ, അങ്ങനെയാണെങ്കിൽ അയാൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിവാക്കിയേ പറ്റൂ. പിന്നെ ഡോക്ടർ. ഓഹോ, 10 വയസ്സിന്റെ ഓർമ്മകളോ? അത് ശരി. ശിരസിന്റെ ഞരമ്പുകൾക്ക് ക്ഷതമേറ്റാൽ അങ്ങനെ സംഭവിച്ചേക്കാം. പരിചയം കാണുമായിരിക്കാം, പക്ഷെ നേരിട്ട് കാണാൻ ഞാൻ എന്താ പറയുക. ഒരു കാര്യം ചെയ്യൂ, അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഓക്കെ. സോറി, ഈ രൂപത്തിൽ ഇയാളെ കുറിച്ച് എനിക്കൊന്നും പറയാനാവില്ല. തൽക്കാലം തലയെങ്കിലും ആൺ രൂപത്തിൽ കാണിക്കൂ, ബാക്കി ഞാൻ ഊഹിച്ചോളാം. അത് കളിക്കാനുള്ളതല്ല, താഴെ വെക്കൂ. സാർ, സത്യ സാർ, സാറിന് മനസ്സിലായില്ലേ? പോറ്റിയാണ്, VN പോറ്റി. ഡോക്ടർക്ക് ഇയാളെ അറിയാമോ? 1 minute. ഹലോ. അതൊന്നും ഇദ്ദേഹം ആരാണെന്ന് അറിയില്ലേ നിങ്ങൾക്ക്? ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പാരാസൈക്കോളജിസ്റ്റ് ആണ്. പാരാസൈക്കോളജിസ്റ്റോ? ഈ ഭൂതപ്രേത പിശാചുക്കളെ കുറിച്ചുള്ള ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഇദ്ദേഹം. ലോക പ്രശസ്തരായ പല മഹാന്മാരുടെയും ആത്മാക്കളുമായി ഇദ്ദേഹം നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ പാരാസൈക്കോളജിസ്റ്റ് എന്തിനാ പാതിരാത്രി ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നത്? ഓ, അതൊന്നും എനിക്കറിയില്ല. ബൈ ദ ബൈ, നിങ്ങളുടെ വീട് ഒരു പ്രേതഭവനം മറ്റാണോ? അയ്യോ അല്ല ഡോക്ടർ, ചിന്താമണി ചേച്ചിയുടെ വീടാ. ഓഹോ, അപ്പോൾ ചിന്താമണി എന്ന പ്രേതത്തെ അന്വേഷിച്ചു വന്നതായിരിക്കും. അയ്യോ അല്ല ഡോക്ടർ, ചിന്താമണി ചേച്ചി ഞങ്ങളുടെ ഹൗസ് ഓണറാ. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നവരെ അവർ ജീവനോട് ഇരിപ്പുണ്ടായിരുന്നു. ഏതായാലും നിങ്ങൾക്കൊരു വലിയ കൈപ്പഴയാണ് പറ്റിയത്. ഇദ്ദേഹത്തിന്റെ തല ഒരു കമ്പ്യൂട്ടറായിരുന്നു. കേട്ടാൽ ഞെട്ടുന്ന ഒത്തിരി രഹസ്യങ്ങൾ മിസ്റ്റർ സത്യൻ അദ്ദേഹത്തിന്റെ തലയിൽ ഫീഡ് ചെയ്ത് വെച്ചിരുന്നു. ഇത്രയും പ്രശസ്തനായ ഒരു വ്യക്തിയെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നത് തന്നെ എനിക്ക് അത്ഭുതമാണ്. ഞങ്ങൾക്ക് മനസ്സിലായില്ല ഡോക്ടർ. ഡോക്ടർക്ക് അത്രയ്ക്ക് അടുപ്പുണ്ടെങ്കിൽ ഇയാളുടെ വീടുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ. സോറി, വ്യക്തിപരമായി ഈ മനുഷ്യനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഒരു സെമിനാറിൽ വെച്ചാണ് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത്. ഏതായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. എന്നിട്ടും ഈ മനുഷ്യനെ നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത് ക്രൂരതയാണ്. ഇറ്റ് ഇസ് എ ക്രിമിനൽ ഒഫൻസ്. മിസ്റ്റർ സത്യൻ, എന്താ ഇത്? ഇങ്ങോട്ടിരിക്കൂ, ഇങ്ങോട്ടിരിക്കൂ. ഇങ്ങോട്ടിരിക്കേ. ശരി, ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് ഒരു ലെറ്റർ തരാം. നിങ്ങൾ എത്രയും വേഗം മിസ്റ്റർ സത്യനെ അവിടെ അഡ്മിറ്റ് ചെയ്യണം. മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോ പോലീസ് ഇത് അറിഞ്ഞ കുഴപ്പമില്ലേ ഡോക്ടർ? ഐ ആം ഹെൽപ്ലെസ്. ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തിരിക്കാൻ പറ്റില്ല. അയ്യോ ഡോക്ടർ. ഭാഗ്യരേഖ എന്താ ഈ പറയുന്നേ? ഞാൻ പറഞ്ഞത് അക്ഷരം പ്രതി സത്യമാ ചേച്ചി. അയാൾ അവിടെ മോഷ്ടിക്കാൻ കയറിയതല്ല, ഏതോ പ്രേതത്തിനെ അന്വേഷിച്ചു വന്നതാണെന്ന്. മുത്തുമാരി. സൂപ്രണ്ട്, എനിക്ക് സൂപ്രണ്ടേ യാതൊരു മുന്നറിയിപ്പില്ലാതെ ഇങ്ങനെ ബോധം കിടാതെ. ഈശ്വരമൂർത്തി പ്രേതോ? പറയാൻ പറ്റില്ല, അത് പഴയ കാലത്തെ വീടല്ലേ. എന്റെ ദൈവമേ, ബോധം കിടാൻ പിന്നെ സമയം തരാം. വല്ല പുരുഷപ്രേതമാണെങ്കിൽ എത്രയും വേഗം അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള വഴി ഉണ്ടാക്കണം. അതിന് വഴിയുണ്ടാക്കാം. ആദ്യം സത്യശീലന്റെ പ്രോബ്ലം സോൾവ് ചെയ്യണ്ടേ?
മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, പോലീസിൽ അറിയിക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞപ്പോ ഞങ്ങളുടെ ചങ്ക് കത്തിപ്പോയി. അയാളുടെ കാല് പിടിച്ചു, സമ്മതിക്കണ്ടേ? അവസാനം ഇത് വേറെ ആരെങ്കിലും അറിഞ്ഞ ഞാനും നാൻസിയും ഒരേ സാരി തുമ്പി കെട്ടിത്തൂങ്ങി ചാവൂന്ന് അയാളെ ഭീഷണിപ്പെടുത്തിയിട്ടാ അയാൾ വീട്ടിൽ വന്ന് ചികിത്സിക്കാൻ സമ്മതിച്ചത് തന്നെ. അയാൾ ഇത് ആരോടേലും ചൊല്ലുവോ ഭാഗ്യം? ഏയ്, 2 യുവതികൾ ഒരു കത്ത് എഴുതി വെച്ചിട്ട് അയാളുടെ ക്ലിനിക്കിന് മുമ്പിൽ കെട്ടിത്തൂങ്ങി ചത്ത അയാളുടെ ഗതി എന്താവും? മനഃശാസ്ത്രജ്ഞനാണെങ്കിലും മനസ്സിൽ ഭയമല്ലാതിരിക്കൂ. ആമ്പിള ഡോക്ടർ വീട്ടിലേക്ക് വന്നാച്ചാ? ഓ, വந்தாச்சு. സൂപ്രണ്ടേ, 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 എന്തിനാ ഇപ്പൊ ബോധം കെട്ടെ? ആ ഡോക്ടർ മഠത്തിലേക്ക് കയറുന്നത് ആരെങ്കിലും കണ്ടോ? നമ്മ മാനൊന്നും പോകത്തില്ല. വെങ്കടിയുടെ കട ഉദ്ദേശിച്ചാണെങ്കിലേ അത് ഉച്ചക്കേ പൂട്ടി. അതുകൊണ്ട് വായി നോക്കിയാൽ ആരും അവിടെ ഇല്ല. മുത്തുമാരിയമ്മ കാപ്പാത്ത്. സൂപ്രണ്ടേ, വേഗം ലീവ് എഴുതി കൊടുത്തിട്ട് ഇറങ്ങാൻ നോക്ക്. അവിടെ ഇപ്പൊ ചികിത്സ തുടങ്ങി കാണും. ഇതാ ഇങ്ങോട്ട് നോക്കൂ. ഇവിടെ ഈ തിളക്കമുള്ള വസ്തുവിലേക്ക് സൂക്ഷിച്ചു നോക്കൂ. ഹായ് ഗോലി, നമുക്ക് ഗോലി കളിക്കാം. കണ്ടോ ഇയാടെ ഈ പദ്ധതിയും പൊളിയും ഉറപ്പ്. കരുന്നാക്കെടുത്ത് വളയ്ക്കാതെ. കണ്ണുകൾ ഇങ്ങോട്ട് തന്നെയായിരിക്കണം. ഇതാ ഇങ്ങോട്ട്. അങ്ങനെ ഇമ വെട്ടാതെ ഇതിലേക്ക് തന്നെ നോക്കൂ. മറ്റൊന്നും ചിന്തിക്കരുത്. ഈ വസ്തുവിനെ പറ്റി മാത്രം ചിന്തിക്കൂ. ഇതിലേക്ക് മാത്രം നോക്കൂ. അവയവങ്ങൾ അയച്ചിടൂ. നിങ്ങളുടെ ശരീരത്തിന് ഭാരം കൂടുതൽ തോന്നുന്നുണ്ട്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഇതാ നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞു വരുന്നു. കൺപോളകൾ അടയ്ക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഉറക്കത്തിന്റെ പ്രകടമായ എല്ലാ ലക്ഷണങ്ങളും നിങ്ങളിൽ ഇപ്പോൾ കാണുന്നുണ്ട്. Don't disturb. ഇപ്പോൾ നിങ്ങൾ ഗാഠമായ നിദ്രയിലേക്ക് പ്രവേശിക്കുന്നു. ഉറങ്ങൂ, ഉറങ്ങൂ, ഉറങ്ങൂ. അകലേക്ക് പോകൂ. നിങ്ങളുടെ മനസ്സിനെ സ്വതന്ത്രമാക്കൂ. നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഭൂപ്രദേശങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞയക്കൂ. മനസ്സിനെ സ്വച്ഛന്തം വിഹരിക്കാൻ അനുവദിക്കൂ. അജ്ഞാന തീരങ്ങളിൽ നടക്കുന്ന അത്ഭുതകരമായ കാഴ്ചകൾ കാണാൻ നിങ്ങളുടെ മനസ്സിനെ സ്വതന്ത്രമാക്കൂ. നിങ്ങളെ ഞാനിപ്പോൾ ഡൽഹിയിലെ തെരുവീഥികളിലൂടെ നടത്തുകയാണ്. ന്യൂഡൽഹിയിൽ നിങ്ങൾ എന്തൊക്കെ കാണുന്നു? മമ്മൂട്ടി സുമലതയും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ട് വരുന്നു. അയ്യോ, അവിടെ എന്തെല്ലാം സ്ഥാപനങ്ങൾ നിങ്ങൾ കാണുന്നു? കൊണാട്ട് പ്ലേസിലുള്ള നിങ്ങളുടെ സൈക്കോ തെറാപ്പി സെന്റർ നിങ്ങൾ കാണുന്നില്ലേ? ഏത് പ്രയത്നത്തെയാണ് നിങ്ങൾ ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യക്ഷിയോ, മറുതയോ, ചാമുണ്ടിയോ? പറയൂ, എന്നോട് പറയൂ, പറയൂ, പറയൂ മിസ്റ്റർ സത്യശീലൻ, പറയൂ. എങ്ങനെയുണ്ട്? ഹിപ്നോട്ടിസം ഏൽക്കുന്ന ബോഡിയല്ല ഇതെന്ന് തോന്നുന്നു. ഓ, ഈ കൂർക്കമ്പലം ശ്രദ്ധിച്ചേ. സാ റീ ഗാ മാ പാ. ശ്രദ്ധിച്ചില്ലേ? ഇദ്ദേഹത്തിന്റെ കൂർക്കമ്മലിക്ക് തന്നെ ഒരു സംഗീതമുണ്ടെന്ന് തോന്നുന്നു. ഒരുപക്ഷെ മ്യൂസിക് തെറാപ്പി ഗുണം ചെയ്തേക്കാം. തൽക്കാലം ഉറങ്ങട്ടെ. വരൂ, പോകാം. സാ